ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ലുലു എന്നാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ കോഴിക്കോട് ട്രിപ്പിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. ഇതോട് കൂടിയിട്ട് നമ്മുടെ ട്രിപ്പിൻ്റെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ലുലുന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മിഠായി തെരുവിലേക്കാണ്. സത്യം പറഞ്ഞാൽ ലുലുന്ന് കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു, അത്രമാത്രം. പിന്നെ മിഠായി തെരുവിൽ നിന്ന് 1-2 ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ തിരക്ക് കാരണം അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മക്കളെ നോക്കലും വീഡിയോ എടുക്കലും ഒക്കെ കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. ഏകദേശം ഒരു 5:30 ആയപ്പോഴാണ് കേട്ടോ ബീച്ചിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വെയിലൊട്ടും പോയിട്ടുണ്ടായിരുന്നില്ല, നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നമുക്ക് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്തിട്ട് പതുക്കെ ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ട്രിപ്പ് പോയിട്ട് കുറേ അധികം ദിവസമായി കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റായി പോയതാണ്. എനിക്കതിനിടയ്ക്കൊരു പനിയൊക്കെ വന്നു, പിന്നെ ഓണത്തിൻ്റേതായിട്ടുള്ള ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റായി കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എത്ര ലേറ്റ് ആയാലും വേണ്ടില്ല, നമുക്ക് തന്നെ കുറേ കഴിഞ്ഞാൽ എടുത്ത് നോക്കാമല്ലോ നമ്മുടെ വീഡിയോ. അപ്പോൾ ഏതായാലും അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ അല്ലു ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലു ആദ്യമായിട്ടാണ് ബീച്ച് കാണാൻ വരുന്നത്. അപ്പോൾ പക്ഷെ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒന്നും അല്ലുവിനില്ല കേട്ടോ. അല്ലുവിന് വെള്ളത്തിലിറങ്ങി കളിക്കണം എന്നോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അവന് അവിടെ എത്തിയപ്പോൾ തന്നെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് ഒരു ലോറി വാങ്ങി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കരയിലിരുന്നിട്ട് അതിലേക്ക് മണൽ നിറയ്ക്കുക, അത് വീണ്ടും തട്ടിക്കളയുക, അങ്ങനെയുള്ള ഓരോ തുരുപണിയിലായിരുന്നു കേട്ടോ അല്ലു മുഴുകിയിരിക്കുന്നത്. അബിന്ദിയും ഇഷമോളും അവർ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീച്ചിലെ വെള്ളം എന്തോ ഒരു ഡാർക്ക് കളറായിരുന്നു കേട്ടോ. സാധാ നമ്മുടെ ബീച്ചിലെ വെള്ളത്തിൻ്റെ ഒരു കളറല്ല ഉണ്ടായിരുന്നത്. എന്തോ സിമെൻറ്റും ചാക്കൊക്കെ കലക്കി ഒഴിക്കുമ്പോൾ കിട്ടുന്നൊരു കളറുണ്ടല്ലോ, ഏകദേശം അങ്ങനെ ഒരു കളറായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്താണ് ഇങ്ങനെ. ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല അതെന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത്. പക്ഷേ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, ആ ഒരു കളർ ചേഞ്ച് മാത്രം. പിന്നെ ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല, കാരണം എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ നമ്മളൊന്ന് ബീച്ചിലേക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഏതായാലും ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കുറച്ച് സമയമൊക്കെ അല്ലുവിനെയും കിട്ടി വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് താല്പര്യം ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണൽ വാരി കളിക്കാനായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ബീച്ചിലേക്ക് എത്തിയപ്പോൾ മുതൽ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, സൺസെറ്റ് എന്തായാലും വീഡിയോ എടുക്കണം എന്നുള്ളത്. പക്ഷേ ആകെ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫോണിൽ ചാർജ് ഏകദേശമൊക്കെ എല്ലാവരും കഴിയാനായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അത് വീഡിയോ എടുക്കാൻ പറ്റൂലേ, ഫോൺ അപ്പോഴേക്ക് സ്വിച്ച് ഓഫ് ആവുമോ എന്നൊക്കെ. പക്ഷേ എന്തോ ഭാഗ്യത്തിന് എൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് സൺസെറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടോ. ചാർജ് കുറവാണെങ്കിൽ ഞാൻ ഒപ്പിച്ചെടുത്തു. പിന്നെ അന്ന് അവിടെ എന്തൊക്കെയോ സർക്കസോ കാര്യങ്ങളോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം ഞങ്ങൾ അതും കണ്ടു നിന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ലോക വിറ്റല്ലായിരുന്നു കേട്ടോ. അരീക്കോട് നിന്ന് കോഴിക്കോട് വരെ പോയിട്ട് അവിടെ പോയിട്ട് മണൽ വാരി കളിക്കുക, അതന്നെ ഒരു നാറാണത്ത് ഭ്രാന്തൻ്റെ കളി എന്നൊക്കെ പറയാം. കാരണം വെള്ളം ഒഴിച്ചിട്ട് മണൽ ഏകദേശം ഒന്ന് സെറ്റായിട്ട് അത് ലോറിയിലേക്ക് നിറച്ച് ദമ്മാക്കി വെക്കുക, എന്നിട്ട് അത് വീണ്ടും തട്ടിക്കളഞ്ഞിട്ട് പിന്നെയും ലോറിയിലേക്ക് വീണ്ടും മണൽ നിറയ്ക്കുക. ഇത് തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു പണിയിൽ അല്ലുവിനൊരു മടുപ്പും തോന്നിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ അവിടെ എത്തി തിരിച്ചു പോരുന്നവരെ കുട്ടി ഏകദേശം ഈ ഒരു കളി തന്നെയായിരുന്നേ. ഇടയ്ക്കൊക്കെ ഞാൻ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയ വിഷമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കളിക്കുന്നത്. അല്ലെങ്കിൽ കുറുമ്പും കരച്ചിലൊക്കെ ആവും. ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഒരു വിഷപ്പും ഇതൊക്കെ മാറിയതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അബിയും ഇഷമോളും ദിയൊക്കെ നല്ല എൻജോയ് ചെയ്യുമായിരുന്നു. കാരണം അവരെന്തൊക്കെയോ എന്തൊക്കെയോ വെള്ളത്തിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പെറുക്കി എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ജീവനുണ്ട് അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ട് തരുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൽ 1-2 എണ്ണം അവിടെ തന്നെ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് അതിലേക്ക് ആക്കിയിട്ട് ഞങ്ങൾ പോരുമ്പോൾ വീട്ടിലേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സൺസെറ്റിൻ്റെ വീഡിയോ എന്ന്. അപ്പോൾ
എന്തോ ഭാഗ്യത്തിന് ഫോണിൽ ചാർജ് കഴിയാതെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട്. എനിക്ക് സൺസെറ്റ് കാണുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ടു, വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോരാനുള്ളൊരു സമയമായിട്ട്, ആർക്കും പോരാൻ താല്പര്യമൊന്നുമില്ല, പിന്നെ അവിടെ കൂടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതായാലും പോരാൻ ഒരുങ്ങി കേട്ടോ. രാത്രിയൊക്കെ ആയിട്ടുണ്ട്, ഒരു 7:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ പറഞ്ഞ് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്ന സമയത്താണ് കേട്ടോ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇഷമോള് അല്ലുവിന് കൊടുത്തു. ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ, എനിക്ക് തൊണ്ടവേദന എടുക്കുന്നു പേടിച്ചിട്ട് ഞാൻ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അബിക്കും തേക്കും പിന്നെ ഐസ്ക്രീം വേണ്ട, അവർക്ക് വേറെ എന്തോ ആണ് കേട്ടോ. അവർ അബി പട്ടാണ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോൾ മുതൽ പറയായിരുന്നു കേട്ടോ എനിക്ക് പട്ടം വേണം എന്നുള്ളത്. പിന്നെ ദിയ എന്തോ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡാണ് വാങ്ങിയിട്ടുള്ളത്. പാമ്പും കൂണിയൊക്കെ കളിക്കുന്ന, ലൂഡോ ഒക്കെ കളിക്കുന്ന ഒരു കാർഡാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ വഴിയിൽ അജ്വ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രി ഞങ്ങൾ മന്തി തന്നെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് മന്തിയല്ല വേറെ എന്തെങ്കിലും സാധാ ചോറൊക്കെ കഴിക്കാനായിരുന്നു കേട്ടോ തോന്നുന്നുണ്ടായിരുന്നത്. പക്ഷേ അവിടെ മന്തി റൈസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. ലാസ്റ്റ് ഞാനൊരു ലൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണേ. അപ്പോൾ ഏതായാലും വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.